ഈ കല്യാണം കഴിച്ച് പോകണ പെൺകുട്ടികളൊക്കെ സമ്മതിക്കണല്ലേ? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരിക്കണോ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയൂല. എന്താ വെച്ചാൽ എൻ്റെ ഒരു മനസ്ഥിതിക്ക് കഴിയൂല കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. ആരും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക. ലവ് മാരേജ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞാൽ അറേഞ്ച് മാരേജാണ് കൂടുതലും. ലവ് മാരേജ് ഇങ്ങനെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ട്, എന്നാലും അറേഞ്ച് മാരേജാണ് കൂടുതലും ഉണ്ടാകുക. എന്നുവെച്ചാൽ ആരും അറിയാത്തൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക. അതോടുകൂടി ലൈഫ് ആ പെൺകുട്ടീൻ്റെ ചേഞ്ച് ആകുകയാണ് മൊത്തത്തിൽ. ഒരു കൂടുതൽ പരിചയമില്ലാത്ത അറേഞ്ച് മാരേജൊക്കെ ആണെങ്കിൽ കൂടുതൽ പരിചയമില്ലാത്ത ഒരാളുമായിട്ടാണ് പിന്നെ അടുത്തിടപഴകേണ്ടി. അപ്പോൾ അവിടെ രണ്ട് ഇഷ്ടങ്ങളൊക്കെ ആക്കും. പിന്നെ അത് പൊരുത്തപ്പെട്ട് വരുന്നെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഒന്നുമല്ല, ആ വീട്ടിലെ അമ്മായിമ്മ, ആ വീട്ടിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരുണ്ടെങ്കിൽ ഇവരൊക്കെ ഡീൽ ചെയ്ത് പോകണം. ആ വീട്ടിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതിലൊന്നും പ്രശ്നങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ ചില അമ്മായിമാരൊക്കെ പറയും വാഷിംഗ് മെഷീൻ തൊടാൻ പാടില്ല, ഇന്ന ടൈമിന് തന്നെ എഴുന്നേൽക്കണം, ഭയങ്കര സ്ട്രിക്റ്റൊക്കെ ആക്കും. അതുപോലെ സ്വന്തം വീട്ടിലൊക്കെ നല്ലോണം സ്വന്തം അങ്ങനെയല്ല, നമ്മളെ ഇഷ്ടപ്രകാരം നമ്മളെ സ്വന്തം വീട് എന്നുള്ളവർക്ക് ഇഷ്ടപ്രകാരം കളിച്ച് ചിരിച്ച് നടന്ന പോലൊക്കെ ചിരി മാറ്റിക്കേണ്ടി വരും, കളികൾ മാറ്റിക്കേണ്ടി വരും പല രൂപത്തിലേ. അത് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഒരാളെ വീട്ടിൽ പോയി ഓലെ പേടിച്ച് കഴിയാന്നുള്ളൊരു ഭയങ്കര സമ്മതനാണ്. പേടിച്ച് കഴിയാന്നുള്ളല്ലോ, ഓരോരു ഇട്ടവട്ടത്തിൽ ഇങ്ങനെ കളിച്ചോടുക. ആ വല്ലാത്തൊരവസ്ഥ അല്ലേ? എനിക്ക് ആർക്കും തോന്നുന്നെങ്കിൽ നിങ്ങളത് കമൻറ്റ് പറയട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് പെൺകുട്ടികളെ കാര്യം വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിൻ്റെ നിലനിൽപ്പ് അങ്ങനെയൊക്കെയാണെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ പോയത് കൊണ്ടൊക്കെ ആയിരിക്കും. സംഭവം തത്വം പറയുമ്പോൾ അങ്ങനെ പലതും പറയാം. പക്ഷേ ഇത് എന്താണെന്ന് എനിക്ക് ഇങ്ങോട്ട് വ്യക്തത കിട്ടില്ല. ഒരു കൺഫ്യൂഷൻ അങ്ങനെ കിടക്കുക. പെൺകുട്ടികൾ അല്ലേ നല്ല കഷ്ടപ്പെടുന്ന കാര്യം തന്നാലും ഒരു കുടുംബം പോറ്റാനൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആണുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചിലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ പറയുന്നെങ്കിൽ കൂടി ഈ ഒരു സ്ട്രെസ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാരാൻ്റെ വീട്ടിൽ പോയി ഞാൻ നിന്നിട്ട് ലവ് മാരേജ് അല്ല കേട്ടോ, കൂടുതൽ ഞാൻ പറയുന്നത് അറേഞ്ച് മാരേജാണ്. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കി. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നല്ല കഷ്ടപ്പാട് തോന്നുന്നുണ്ട്, നല്ല വിഷമം തോന്നുന്നുണ്ട്, ഓരോട് റെസ്പെക്റ്റ് കൂടുതൽ തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.